ഹലോ ഗൈസ്, സേവൂസ്. സ്പീഡ് ലിമിറ്റില്ലാത്ത ജർമ്മൻ ഓട്ടോമൊബൈൽ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതാണ് എൻ്റെ ക്ലാസ് എ ബി ഡോയ്ഷെ ഫ്യൂറേഷൻ അഥവാ ഡ്രൈവിംഗ് ലൈസൻസ്. ഈ ഒരു കാർഡ് കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഏകദേശം നാട്ടിലെ 2-2.5 ലക്ഷം രൂപയാണ് മുടക്കിയത്. അപ്പോൾ നമുക്ക് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ജേണിയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ കമോൺ. നമ്മൾ ഇന്ത്യക്കാർക്ക് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചും 1 ഇയർ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചും ഡ്രൈവ് ചെയ്യാൻ ലീഗലി അലൗഡ് ആണ്. ബട്ട് മേക്ക് ഷുവർ യു നോ ജർമ്മൻ റോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെരി വെൽ. അതർവൈസ് അതാണ് ജർമ്മനിയിൽ ഫൈൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഭയാനകവും നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറവുമാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ജർമ്മനിയിൽ 2 തരത്തിലാണ് ലൈസൻസ് എടുക്കാൻ വരുന്നത്. ഒന്ന് ഡയറക്റ്റ്ലി ഫ്രഷായി അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജർമ്മൻ പ്രൊഫഷൻസി നല്ല രീതിയിൽ വേണ്ടതുണ്ട്. കാരണം ഇതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട തിയറി ക്ലാസ്സൊക്കെ ജർമ്മനിലാണ്. അതുകൂടാതെ ഫാർഷൂളെ അഥവാ ഡ്രൈവിംഗ് സ്കൂൾ പറയുന്ന അത്രയും നമ്മൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. വേറൊരു ബെറ്റർ ആൻഡ് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ജർമ്മനിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ തിയറി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കൂടാതെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സും കുറച്ച് അറ്റൻഡ് ചെയ്താൽ മതി. സോ ദാറ്റ് മീൻസ് ജർമ്മനിയിൽ നിങ്ങൾ അത്ര ഫ്ലുവൻ്റ് അല്ല എങ്കിലും നിങ്ങൾക്ക് ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതുവഴി നമുക്ക് കുറേ പൈസയും സമയവും ലാഭിക്കാവുന്നതാണ്. സോ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് ആൾട്ടർനേറ്റീവാണ്. ഞാനും അതുപോലെ തന്നെ ഈ സെക്കൻഡ് ആൾട്ടർനേറ്റീവാണ് ചൂസ് ചെയ്തത്. സോ നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മുടെ സിറ്റിയിലെ അഡാക്ക് എന്ന ഷോപ്പിൽ ഈ സർവീസ് അവൈലബിൾ ആണ്. 65 യൂറോ ആണ് അവർ ഈ സർവീസിന് ചാർജ് ചെയ്യുന്നത്. ശേഷം നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കോഴ്സും അതുപോലെ തന്നെ ഐ ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് കോഴ്സിന് 65 യൂറോ ആണ് ചാർജ്. എന്നാൽ എനിക്ക് കമ്പനി ഫസ്റ്റ് എയ്ഡ് കോഴ്സ് സ്പോൺസർ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൈസ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. മോസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് കോഴ്സിലും അവസാനം ഐ ടെസ്റ്റ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഫീൽമാൻ പോലുള്ള കന്നഡ ഷോപ്പുകളിൽ ഐ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഐ ടെസ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജർമ്മൻ ഐ ടെസ്റ്റ് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. ഇവിടെ എങ്ങനെയാണ് സീൻ എന്ന് വെച്ചാൽ നമ്മുടെ സി ആൽഫബറ്റിലെ അതിൻ്റെ ഓപ്പണിംഗ് എങ്ങോട്ടേക്കാണെന്ന് ഫൈൻഡ് ചെയ്യലാണ് നമ്മുടെ എയിം. എൻ്റെ റൈറ്റ് ഐക്ക് ആൾറെഡി ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് എനിക്ക് പാസ്സാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്യേണ്ടതായി വന്നു. ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഐ ഹോസ്പിറ്റലുകളിലാണ്. അതുപോലെ തന്നെ 100 യൂറോ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുകയും വേണം. ഇതിനുള്ള പ്രധാനപ്പെട്ട ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയയിലുള്ള നല്ലൊരു ഫാസ്റ്റ് വില കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഫാസ്റ്റ് വില. 250 യൂറോ ആണ് രജിസ്ട്രേഷനും അതുപോലെ തന്നെ തിയറി മെറ്റീരിയലിന് വേണ്ടി ഞാനിവിടെ ചിലവാക്കിയത്. അതുപോലെ തന്നെ 72 യൂറോ ആണ് 45 മിനിറ്റിനുള്ള ഒരു ഫാസ്റ്റ് ഉണ്ടൻ അഥവാ ഡ്രൈവിംഗ് ലൈസൻസിന് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇത് രണ്ടും ഓരോ സിറ്റിയെയും ഫാസ്റ്റ് വിലയും ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്തിരിക്കും. ശേഷം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച ഈ ഡോക്യുമെൻറ്റും കൂടാതെ 2 ബയോമെട്രിക് ഫോട്ടോസും നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ ലൈസൻസും നമുക്ക് ഇവിടുത്തെ RT ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പോകേണ്ടതുണ്ട്. 45 യൂറോ ആണ് അവർ ഈ അപ്പോയിൻമെൻറ്റിനെ ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം 5 to 6 വീക്ക് ഈ അതോറിറ്റീസ് നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കും. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ തിയറി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ശേഷം നമുക്ക് ടുഫിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഡെക്കറയുടെ സൈഡിൽ നിന്നോ ഒരു ലെറ്റർ ലഭിക്കുന്നതാണ് ഫീ പേയ്മെൻറ്റിന് വേണ്ടി. തിയറി എക്സാമിന് വേണ്ടി 25 യൂറോയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി 130 യൂറോയുമാണ് ഇവർ നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നത്. 1300ഓളം MCQ വരുന്ന ഒരു സിലബസാണ് തിയറി എക്സാമിൽ നമ്മളെയും കാത്തിരിക്കുന്നത്. ഇതിൽ പ്രധാന ടാസ്ക്കായി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസിൽ 4 ആൻസറോ അല്ലെങ്കിൽ 3 ആൻസറോ പോസിബിൾ ആയിരിക്കും. അതിൽ നമ്മൾ 2-3 ആൻസർ മാത്രമാണ് ശരിയായി മാർക്ക് ചെയ്തെങ്കിൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി റോങ് ആയാണ് കൺസിഡർ ചെയ്യുക. ഈ 1300 ക്വസ്റ്റ്യനിൽ 30 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മുടെ തിയറി എക്സാമിൽ ഉണ്ടാവുക. അത് 130 മാർക്കിലായിരിക്കും. അതിൽ 100 മാർക്കോ അതിന് മുകളിലോ വേണം നമുക്ക് തിയറി എക്സാം ക്ലിയർ ആവാൻ വേണ്ടി. തിയറി എക്സാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ലെസൺസ് ബുക്ക് ചെയ്യുന്നതാണ്. ഒരു ലെസൺ എന്ന് പറയുന്നത് 45 മിനിറ്റാണ്. അതിനുവേണ്ടി ഓരോ ഫാസ്റ്റുകളെയും ഓരോ റേറ്റാണ് ഈടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫാസ്റ്റുകളെ ഈടാക്കിയത് 72 യൂറോ ആണ്. ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മുടെ ഫാസ്റ്റുകളെ നമുക്ക് സിറ്റിക്കകത്തും സിറ്റിക്ക് പുറത്തും ബുണ്ടസ്ട്രാസയിലും ഓട്ടോബാനിലും അങ്ങനെ ഡിഫറെൻറ്റ് സ്പീഡ് സോണിൽ നമുക്ക് ട്രെയിനിങ് തരുന്നതാണ്. ഇത് നമ്മുടെ എക്സാമിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ക്യാപ്പബിലിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് എത്ര ഡ്രൈവിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്നത്. ഞാൻ ഏകദേശം 15 ഡ്രൈവിംഗ് ക്ലാസ് എടുത്താണ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തത്. നമ്മുടെ നാട്ടിൽ നിന്നും ഡിഫറെൻ്റായി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് അഡാപ്റ്റ് ആയി വരാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഇൻസ്ട്രക്ടർക്കും നല്ല കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ബുക്ക് ചെയ്യാവുന്നതാണ്. ജർമ്മൻ ഡ്രൈവിംഗ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേതുപോലെ അത്ര ഈസി ആയ ഒരു പ്രോസസ്സല്ല. വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം തന്നെയാണ്. മൊത്തത്തിൽ 55 മിനിറ്റാണ് ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 10 മിനിറ്റ് വൈവ സെക്ഷനും പിന്നെയുള്ള 45 മിനിറ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റുമാണ്. പ്രാക്ടിക്കൽ എക്സാമിനിടയ്ക്ക് എമർജൻസി ബ്രേക്കിംഗ് അതുപോലെ തന്നെ റിവേഴ്സ് പാരലൽ പാർക്കിംഗ് തുടങ്ങി ഡിഫറെൻറ്റ് ടാസ്കുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മൈന്യൂട്ട് എറേഴ്സ് പോലും നമ്മളെ ഫെയിലിയറിലേക്ക് നയിക്കാം. ഇതിനിടെ പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണയും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫാസ്റ്റുകളിലേക്ക് പൈസ നൽകേണ്ടതായിട്ടുണ്ട്. തിയറി എക്സാമിന് 70 യൂറോയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് 200 യൂറോയുമാണ് ഫാസ്റ്റുകളിലേക്ക് നൽകേണ്ടത്.
അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി കഴിഞ്ഞാൽ മേ ബി ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർ നമുക്ക് ലൈസൻസ് തരുന്നതാണ്. അല്ലെങ്കിൽ ഒരു പേപ്പർ തരും. ആ പേപ്പർ എടുത്ത് RTO ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ലൈസൻസ് കിട്ടുന്നതാണ്. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ 2 വർഷം പ്രോബ് സൈറ്റ് ആയിരിക്കും. സോ ഈ ടൈമിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ വെറുതെ ആയി പോകാം. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാർ ഓടിക്കണമെങ്കിൽ 3 തരം ലൈസൻസ് അവൈലബിൾ ആണ്. ഒന്ന് ഓട്ടോമാറ്റിക്, 2 B197, അതുപോലെ തന്നെ ക്ലാസ് A B. ഇതിൽ ഓട്ടോമാറ്റിക്കിൽ പേര് പോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി മാത്രമേ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലാസ് A Bയിലും B197ലും നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും ഓടിക്കാവുന്നതാണ്. B197ൽ നമുക്ക് പക്ഷേ എക്സാം ഉണ്ടാകുക ഓട്ടോമാറ്റിക്കലാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ചില കമ്പനികൾ അവരുടെ ജോബ് പോർട്ടലിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ക്ലാസ് A B ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറയും. സോ ചൂസ് അക്കോർഡിംഗ് ടു യുവർ നീഡ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ. അതുപോലെ എല്ലാവർക്കും ഹാപ്പി ആൻഡ് സേഫ് ഡ്രൈവിംഗ്. അണ്ടിൽ ദെൻ, cheers.